ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ്. സോ ഓണമായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ വന്നത് പുതിയകാവ് ടെമ്പിളിലാണ്. ചെന്ന സമയത്ത് തന്നെ അവിടെ പൂജ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അനിയൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ക്യാമറ തുറന്നാൽ ക്യാമറയിലേക്ക് മാത്രം നോക്കത്തില്ല, ബാക്കി എങ്ങോട്ടേലും നോക്കിക്കൊണ്ട് നിൽക്കും. സോ അവനിങ്ങനെ നിൽക്കുകയാണ്. അമ്മ ആ ടൈം കൊണ്ട് കാല് കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്മ കാലൊക്കെ കഴുകിയിട്ട് അമ്പലത്തിനകത്ത് കയറും. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഓടി നടന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അമ്പലം കണ്ട ഇതേപോലെ അമ്മയ്ക്ക് ഞങ്ങളെയും വേണ്ട, അമ്മ ഇങ്ങനെ ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പ്രാർത്ഥിച്ചിട്ട് വന്നതുകൊണ്ട് അമ്മയുടെ പറക്കെ നടന്നിങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കുകയായിരുന്നു. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് ഒരു എനർജി ഉണ്ടായിരുന്നു അവിടെ. അത് മാത്രമല്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സോ അനിയനും അമ്മയുടെ പിറകെ ഇങ്ങനെ പോകുന്നുണ്ട്. അമ്മ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ എടുത്ത് അവരുടെ പിറകെ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. സോ അധികം ആൾക്കാരൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റി. സോ അവരിങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവരുടെ പിറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അന്ന് അമ്പലത്തിൽ. നല്ല രീതിയിൽ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റി അമ്പലത്തിലൂടെ. സോ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് അവസാനം നമ്മളവിടെ സൈഡിൽ കുറച്ച് നേരം വന്നിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനിയൻ. അത് കഴിഞ്ഞ് എന്ത് പറ്റിയോ എന്തോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു. ഇങ്ങനെ എപ്പോഴും ഒന്നും ചിരിക്കുന്നതല്ല, വല്ലപ്പോഴും വീട് കിട്ടിയാൽ കിട്ടി, എന്തായാലും നോക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് തൊട്ടടുത്ത് ഉടുപ്പീസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. സോ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളവിടെ പോയി ഇരിപ്പുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല കരിമുരായിരിക്കുന്ന വടയും നല്ല ചൂട് മസാല ദോശയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടുത്തെ ഒരു മസാല ദോശ തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും അമ്പലത്തിൽ വന്നാലും ഫസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് അവിടുത്തെ ഒരു മസാല ദോശയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ തിയേറ്ററിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നൊരു മൂവിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏത് മൂവിക്കാണ് പോകുന്നതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ മൂവി ലോക, അത് കാണാനാണ് പോകുന്നതെന്ന്. നമ്മൾ പോയിട്ടുള്ളത് ധന്യ രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്ററിലാണ്. അപ്പോൾ നമ്മളൊരു 11 o'clock ഷോ ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പോൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. മൂവി തുടങ്ങി, നല്ല അടിപൊളി മൂവിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കൊല്ലത്ത് ഫുഡ് ഫെസ്റ്റിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അധികം ബാക്കിയുള്ള ഫെസ്റ്റിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഫെസ്റ്റിൽ മാത്രം കയറി അവിടെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് നേരെ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയത്. അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ കായലിൻ്റെ സൈഡിലൊക്കെ ഇരുന്നു, നല്ലപോലെ റിലാക്സ് ചെയ്തു. നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലും. കൊല്ലത്ത് വന്നവർക്കറിയാം. സോ ടാറ്റാ ബൈ.